ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. ഞാൻ ക്രിയേറ്റീവ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിന്ന് പറയാൻ വന്ന ടോപ്പിക് ആത്മാർത്ഥമായ വിശ്വാസം. പിന്നെ ആദ്യമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ, ഇപ്പം എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കോമൺ ആയിട്ട് സംഭവിച്ചൊരു കാര്യങ്ങളാണിത്. ആത്മഹത്യ വിശ്വാസം. ഇപ്പോൾ നമ്മൾ സുഹൃത്ത് നമ്മളെ ചതിക്കും, അതുപോലെ നമ്മൾ ഇപ്പോൾ കാമുകി ചതിക്കും, അല്ലെങ്കിൽ കാമുകി ചതിക്കും. പിന്നെ മറ്റു പല ആളുകളും നമ്മളെ കൊളീഗ്സ് നമ്മളെ ഇതാക്കാറുണ്ട്. നമ്മൾ ഈ വിശ്വാസം, അതായത് ഇപ്പോൾ നമുക്കൊരാളെ എടുത്തൊരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. ഇപ്പോൾ ചില സിനിമ പിടിക്കുന്ന പോലെ അത്രയും വലിയ റിസ്ക് വരില്ല എന്നുള്ളത്, അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് വിശ്വാസം സംഭവം നേടിയെടുക്കുക എന്നുള്ളത്. കുറച്ച് തന്നെയാണ് അത്. അത്രയും നമ്മൾ ആളെ ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. ഈ രണ്ടാമത്തെ വ്യക്തിക്ക് ഇവനോട് അത് തോന്നണം, ഇവനെനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളൊരിത് തോന്നണം. അത് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെയാണിത്. ഇപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചാണ് പറയാൻ വന്നത്. വിശ്വാസം, ആത്മാർത്ഥ വിശ്വാസത്തെ കുറിച്ചാണ് പറയാൻ വന്നത്. പറയുന്നത് ഞാൻ പറഞ്ഞ ആദ്യം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ, ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് ഒഴിവാക്കിക്കോളും, പ്രശ്നമില്ല. അല്ലെങ്കിൽ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾ കാണാം, അത്രയും പറയുന്നുള്ളൂ. ഞാൻ വീഡിയോയിൽ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ ഒരു വ്യക്തി, ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയോടുള്ള ഒരു ട്രസ്റ്റ്, വിശ്വാസം, അതിപ്പോൾ അവർ കാണിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം ഇപ്പം രണ്ടാമത്തെ വ്യക്തിയുടെ ബർത്ത്ഡേ വരും, വെഡിങ് ആനിവേഴ്സറി, ഇപ്പോൾ അവന് ജോലിക്ക് ജോയിൻ ചെയ്ത ദിവസം, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഈ ഒന്നാമത്തെ വ്യക്തി ഓർത്ത് വെക്കും, അവന് വിഷ് ചെയ്യും, നമ്മളൊക്കെ ചെയ്യും. അപ്പോൾ അത് അവൻ ഈ രണ്ടാമത്തെ വ്യക്തി അത് കേൾക്കുമ്പോഴും ഇവനെ വിളിച്ചത് അതിനെപ്പറ്റി കുറിച്ച് പറയുമ്പോഴും ഇവർക്ക് നല്ല സന്തോഷമായിരിക്കും ഒന്നാമത്തെ വ്യക്തിക്ക്. പക്ഷേ ഇതിൻ്റെ മെയിൻ കാര്യം കിടക്കുന്നത് അവിടെയല്ല. അത് കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു സെക്കൻഡിൽ, ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു മോർണിംഗിൽ നമ്മൾ വിഷ് ചെയ്തു, ബർത്ത്ഡേ വിഷ് ചെയ്ത്, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്ത്, ജോയിൻ ചെയ്ത ഡേറ്റിൻ്റെ പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്തെല്ലാം സംഭവം ചെയ്തു. പക്ഷേ ആ സെക്കൻഡ് മാത്രമേ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് അത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവന് ക്യാഷിൽ വിടുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ ഒന്നാമത്തെ വ്യക്തി, ഇപ്പോൾ ഒന്നാമത്തെ വ്യക്തി, അയാൾക്ക് എന്തെങ്കിലും ഇതേപോലൊരു ഇൻസിഡൻറ്റ് ഈ രണ്ടാമത്തെ വ്യക്തി ഓർത്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഒന്നാമത്തെ വ്യക്തി ആലോചിക്കില്ല. അതിന് ആവശ്യമില്ല. പുള്ളിക്കാരനൊക്കെ നോർമലായിട്ട് വിടുകയും ചെയ്യും. പക്ഷേ പിന്നീട് അവൻ ആലോചിക്കും, എടാ ഞാൻ അത്ര ആത്മാർത്ഥ സ്നേഹിച്ചിട്ട് അവൻ എന്നെ ഇതാക്കില്ലല്ലോ. ശരിയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കും എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ആ കാര്യം സംഭവിക്കണം, ആണ് ലൈഫ് പോവുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട്, എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കും ആത്മവിശ്വാസം കാണണമെന്നില്ല, എല്ലാവരും ഇതാണെന്നൊക്കെ പറയാറുണ്ട്. കുറച്ച് മുമ്പ് ഇപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 30 വർഷം മുമ്പുള്ള ആളുകൾ ജനറേഷനിലുള്ള ആളുകൾക്കാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യങ്ങൾ ഇതൊക്കെ പറയാറുണ്ട് എല്ലാവരും. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ മനുഷ്യൻ ഉണ്ടായ സമയം മുതൽ ഈ സംഭവങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. എല്ലാവർക്കും അറിയാം, പക്ഷെ അത് പറയുമ്പോൾ അതിൻ്റെ ലെവലിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരാളുകൾ കയ്യിലെടുക്കാൻ എന്തെങ്കിലും ആ പോയിൻ്റ് വേണ്ടേ, ടോപ്പിക്ക് വേണ്ടേ. അപ്പോൾ ആ ലെവലിൽ പറയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം ഒരു 50 വയസ്സുള്ള ആളുകൾ പറയാണ്, എടാ എൻ്റെ കാലത്തൊക്കെ ഇങ്ങനത്തെ പോലെ ഈ ചതികളും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും നല്ല ഇതിലായിരുന്നു, സ്നേഹത്തോട് ചോദിച്ചു. ശരി തന്നെയാണ്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അന്നും ഈ സ്നേഹം, വിശ്വാസം എല്ലാ സംഭവമുണ്ട്. പക്ഷേ ഉള്ളിൽ കൂടെ ചതിക്കും. ഇപ്പോൾ ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന ആളുകളെ നമുക്ക് അറിയാൻ പറ്റില്ല ഒരിക്കലും. അതാണ് വലിയൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ ചതിക്കുന്ന ഒരാളെ നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഈ ചതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ, ഇപ്പം നമ്മൾ ചതിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റൊരാൾ മുഖേന നമ്മൾ അറിയണം, അപ്പോഴേ നമ്മൾ അറിയുള്ളൂ. പക്ഷെ അത് നമ്മൾ അറിഞ്ഞാലും അത് നമ്മൾ വിശ്വസിക്കില്ല. അതെന്താ, നമുക്ക് ആ വ്യക്തിയോടുള്ള ഒരു വിശ്വാസം ഇതുണ്ട്, അതാണ്. പക്ഷെ ആ വ്യക്തി നമ്മളോട് തിരിച്ച് കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും കാണിച്ചിട്ടുണ്ടാവില്ല. ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഒരു 50% ഒരു 10-20% മാത്രമേ വ്യക്തി കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി 30% കാണിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ആവശ്യമില്ല. പുള്ളിക്കെന്തിനാ അതിൻ്റെ ആവശ്യം? ആക്ച്വലി എൻ്റെ കാര്യം നോക്കി എനിക്കറിയാം, എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എനിക്കറിയാം. രണ്ടാമത്തെ വ്യക്തി ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒന്നാമത്തെ വ്യക്തി പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഞാൻ ഇതാക്കേണ്ട ആവശ്യം എനിക്കെന്താ? ഇപ്പോൾ അവൻ്റെ ബർത്ത്ഡേ, അവൻ്റെ മറ്റുള്ള കാര്യങ്ങൾ വന്നാൽ എനിക്കൊരു വിഷയത്തിൻ്റെ ആവശ്യം എന്താ? അത് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവനക്ക് പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ വെച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഓരോ മെമ്മറീസും കാര്യങ്ങളൊക്കെ അവന് പറയാറുണ്ട്. പക്ഷേ ഈ ഒന്നാമത്തെ വ്യക്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പം ഇവനറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
ഒന്നെങ്കിലും ഇപ്പോഴത്തെ കാലത്താണ് ഞാൻ ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ച് പറയുന്നത്, ഒന്നുകിൽ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് കാണണം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഫേസ്ബുക്ക് തന്നെ തുറക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റേ അറിയില്ല ബർത്ത്ഡേൻ്റെ ഇത് കാണിക്കും, അപ്പോഴാണ് എല്ലാവരും അറിയാം. അപ്പോൾ അവന് പറ്റിയ അവന് വിഷയം, അല്ലെങ്കിൽ അവന് ഒഴിവാക്കുകയും ചെയ്യും. അവൻ്റെ ആവശ്യമില്ല അവനക്ക് അവൻ്റെ ലൈഫ് അത് നോക്കുന്നുള്ളൂ അവന്. അപ്പോൾ ഇത് ഈ വിശ്വാസം എന്ന സംഭവം നേടിക്കാൻ കുറച്ച് പണിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ശരിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, എനിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പോകണം വിചാരിച്ചുള്ളൂ, എക്സാമ്പിൾ പറയണം, ഷോർട്ട് ഫിലിം പിടിക്കാൻ പോകണം. അതിൻ്റെ നമ്മൾ ഓരോ കാസ്റ്റ്, അതിൻ്റെ ഓരോ ടെക്നീഷ്യന്മാരൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിലാണല്ലോ. അതിലും വലുതാണ് ഈ വിശ്വാസം ഒരാളെ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അത്രയും നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തി മറ്റു വ്യക്തിയോട് ഉള്ളത് തോന്നണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇതിൽ ഫ്രണ്ട്സ് തമ്മിലുണ്ടാവും, ഇപ്പോൾ കാമുകൻ കാമുകി തമ്മിലുണ്ടാവും, നമ്മുടെ കൊളീഗ്സ്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന ആളുകളാണ്. നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അവർ നമ്മളെ ചതിക്കുകയാണോ എന്നുള്ളത്. പക്ഷെ അതുവരെ നമ്മളോട് കളിച്ചും ചിരിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു കാര്യം വരുമ്പോൾ അവർ നമ്മളെ തട്ടും സംഭവം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഒരു ജോലി ചെയ്യാൻ, ആ ജോലി ചെയ്യുമ്പം ആ ജോലിയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾക്കിടയും ജൂനിയറായിട്ട് വന്ന ആളുകളായിരിക്കും. അവൻ നമ്മളെ തട്ടിയിട്ട് അവൻ ഇങ്ങനെ വേറെ പൊസിഷനിലേക്ക് മാറും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പറയാം എല്ലാവർക്കും പണം വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ ഞാൻ പറയാം, നമ്മൾ ഒരാളെ ചതിച്ചിട്ട് ഒരാളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എത്ര സന്തോഷിക്കുന്ന കാര്യമുള്ളത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് നല്ല എല്ലാ സംഭവങ്ങളും കിട്ടും. ഇപ്പോൾ നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത്, നമ്മളിപ്പം നമുക്ക് സാലറി കൂട്ടി കിട്ടും. ഇപ്പോൾ നമുക്ക് അതിൽ നല്ല നമ്മുടെ പൊസിഷൻ മൊത്തം മാറും. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു കൗണ്ടർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു സീനിയർ ഒരു മെയിൻ സാധാ അക്കൗണ്ടൻ്റ് ആയ ആൾ ഒറ്റയടിക്കും മെയിൻ ഹെഡാവും. അതൊക്കെ ആവും, ശരിയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളും. അതൊക്കെ ഇതിലെ ഒരു ചതിയ സംഭവമുണ്ട്. ആ ചതിച്ചിട്ട് അവിടെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാണ് അവൻ ഇത് കയറി പറ്റുന്നത്. പിന്നീട് അവൻ ചിന്തിക്കുന്നില്ല, അവൻ്റെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു സംഭവം അവനക്ക് വരും. അപ്പോൾ അവന് കുറച്ച് ഡൗൺ ആകും, അവന് ചിന്തിക്കും. പക്ഷെ ആ സമയം ചിന്തിക്കുമ്പം അവനക്ക് പശ്ചാത്തലിക്കാനുള്ള സമയം ദൈവം കൊടുക്കുമെന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ പറയുകയാണ്, പക്ഷേ എന്നെ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, ഇപ്പോൾ പശ്ചാത്തലിക്കുക വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഈ ചതിച്ച വ്യക്തി ആ വ്യക്തിയോടൊന്ന് സോറി പറയാൻ പോലും ആ അവസരം കിട്ടിയെന്ന് വരില്ല. അതിനിപ്പോഴത്തെ ഇതാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആളുകളിപ്പോൾ ജനറേഷൻ അങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ആളുകൾ പറയും, എടാ നമ്മളെ കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവമുണ്ട്. പക്ഷേ ആ സമയത്ത് ഇതിലും വലുതായിരിക്കും നടക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ ദേഷ്യം കൂടും. അത് ഞാൻ പറയുന്നില്ല. ഞാനത് ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരുടെ ലൈഫിലും ഇതുപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. നടക്കാനില്ല. ഇതിനെക്കുറിച്ചുള്ള ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾ കാണേണ്ടത് ഞാൻ പറഞ്ഞത് ആരും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നല്ല, എനിക്ക് തോന്നി. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ഒരു വ്യക്തിയോട് ഒരാളും ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഇല്ല. പക്ഷേ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ജനറേഷൻ അത്രയും ഫാസ്റ്റാണ്. എല്ലാവരും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഓടാണ്. ഒരു മിനിറ്റായാലും ഒരു സെക്കൻഡായാലും ഒരു മണിക്കൂറായാലും ആൾക്ക് മറ്റു പല ആവശ്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ തെരുവുകളിൽ കഴിയുന്ന എത്ര മണി ആളുകളുണ്ട്, നമ്മളവിടെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ആവശ്യം ആളുകളില്ല. പക്ഷെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരെയും ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, മറ്റുള്ള കാര്യം പറയുന്നത് ആക്ച്വലി അത് അതിന് സമയമില്ല ആൾക്ക്, അത്രയും ആൾക്ക് തിരക്കാണ് എല്ലാവർക്കും. ഇപ്പോൾ എനിക്കിപ്പോഴും പലപ്പോഴും തോന്നിയിട്ട് തെരുവ് ചെയ്യുന്ന ആളുകൾക്ക്, പക്ഷെ അവർക്കൊക്കെ ഗവൺമെൻറ്റൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഗവൺമെൻറ് പറയുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ശരിക്കും ഗവൺമെൻറ് സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ല, ഞാൻ എൻ്റെ ടോപ്പിക്ക് മാറില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഈ സമയം ഇതൊക്കെ നമുക്ക് നമ്മൾ ടെസ്റ്റും അതുപോലെ വിശ്വാസം ഈ സമയമൊക്കെ നമുക്ക് കാണും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. മറ്റുള്ള വേദനിപ്പിച്ച് നമ്മളൊന്നും നേരിടരുത് എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നമുക്ക് പിന്നീട് ഇപ്പോൾ നമ്മളെ അടുത്ത തലമുറ അല്ലെങ്കിൽ നമ്മളെ ഭാവി പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈഫ് പിന്നെയും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വേദന നമ്മൾ പിന്നീട് അനുഭവിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഇതായിരിക്കും. അത് ആ സമയത്ത് നമുക്ക് സോറി പറയാനുള്ള അവസരം ഉണ്ടാവില്ല. അത് നല്ലൊരു അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ പറയാണ്, അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, ശുഭദിനം.